ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എവിടെ പോവുകയാണെങ്കിലും അതിവിടെ എന്നോടോ എന്നെ കണ്ടില്ലെങ്കിൽ രാധമ്മയോടോ വേണുവാശാനോടോ പറഞ്ഞിട്ട് പോണം. അല്ലാതെ ഈ കാളി കൂളി കളിച്ച് നടക്കാനല്ല നിങ്ങൾക്ക് ലൈസൻസ് തന്നിരിക്കുന്നത്. ഞങ്ങള് രണ്ടുപേരും കൂടി ഞാൻ ഈ വീഡിയോ അംബിക നിക്ഷയെ കാണിക്കും. നിക്കളിയ അംബികയുടെ ഈ അടിമ പണിയൊന്നും ശാശ്വതല്ലളിയ. അവരുടെ കാര്യം നടന്നില്ലെങ്കിൽ അവര് കറിവേപ്പില പോലെ അളിയനെടുത്ത് പുറത്തു കളയും. ചിലപ്പോ വല്ല കേസിലും അളിയനെ കൊടുക്കുകയും ചെയ്യും. അയ്യോ, അതൊക്കെ എനിക്കറിയാം. അളിയ, അളിയൻ അതിലും നല്ല ജോലി ഞാൻ വാങ്ങിച്ചു തരും. അത് എനിക്ക് വാങ്ങിച്ചു തരാൻ പറ്റും. ഒന്നുകിൽ ഋതികയുടെ ഉടമസ്ഥതയിലുള്ള ഒരു സൂര്യമംഗലം കമ്പനിയില്, അല്ലെങ്കിൽ വർമ്മ സാറിന്റെ കമ്പനിയില്. ഉറപ്പാണോ അളിയ? ഉറപ്പാണ് അളിയ. എനിക്ക് ഋതുമോളുടെ ഉടമസ്ഥതയിലുള്ള സൂര്യമംഗല കമ്പനിയിൽ മതി. ആ, അങ്ങനെയെങ്കിൽ അങ്ങനെ, അത്രേ ഉള്ളൂ. എന്നാലേ ഞാൻ ഈ മൊബൈലുള്ള വീഡിയോ അതുവരെ അംബികയെ കാണിക്കുന്നില്ല. ആളിയനുണ്ടെന്നുള്ള കാര്യവും പറയില്ല. താങ്ക് യു അളിയ. പക്ഷേ നിങ്ങൾ എനിക്ക് ജോലി തരുന്നത് വരെ ഞാൻ ഈ വീഡിയോ സൂക്ഷിക്കും. കാല് മാറിയാ ഞാൻ കുതികാല് വെട്ടും. അളിയ, അതിരാവിലെ വിടാൻ സ്ഥലം വിട്ടോ. ഋതുമോളെ വീട്ടിലാക്കിയിട്ട് അളിയൻ വർമ്മ സാറിന്റെ വീട്ടിൽ ഡ്യൂട്ടി കയറിക്കും. ഇല്ലെങ്കിൽ പണി പാടും. ഞാൻ വന്ന് കണ്ടതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു. എനിക്ക് പകരം ആ ലോക അലവലാത്ത ദീപക്കായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? വർമ്മ സാറ് നിങ്ങളിവിടെ ഉണ്ടെന്നുള്ള സത്യം അറിയും. അളിയന്റെ നാത്തുവിന്റെ കാര്യം സ്വാഹ. അപ്പൊ പറഞ്ഞ പോലെ അളിയ, ഗുഡ് നൈറ്റ്. അത് ശരി, ഞാനിത് പ്രതീക്ഷിച്ചതാ. അവൾ ഇതുപോലത്തെ പണി തുടങ്ങൂന്ന്. എന്നാ പിന്നെ നിങ്ങൾ താമസിക്കണ്ട മക്കളെ, വേഗം പോവാൻ നോക്ക്. അമ്മ ആരെയാ അമ്മ ഇത്ര പേടിക്കുന്നെ? എനിക്ക് എന്നെ കുറിച്ചല്ല മക്കളെ പേടി, നിങ്ങളെ കുറിച്ചാ. ഞാൻ എന്റെ അമ്മയെ കാണാൻ വരുന്നതിന് അവർക്കെന്താ? അവർക്ക് പ്രശ്നമുണ്ട് മക്കളെ. എന്നിൽ നിന്നും നിങ്ങളെ അകറ്റി നിർത്താൻ. ഇല്ലെങ്കില് കഴിഞ്ഞ കാല കഥകളെല്ലാം ഞാൻ നിങ്ങളോട് പറയില്ലേ? അത് നിങ്ങൾ പ്രതാപേട്ടനോടും മറ്റുള്ളവരോടും പറയില്ലേ? അവള് കെട്ടിച്ചമച്ച കഥകളൊക്കെ കള്ളക്കഥകളാണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാവില്ലേ? അങ്ങനെ അവളുടെ തനിനിറ എന്താണെന്ന് മറ്റുള്ളവർ തിരിച്ചറിയില്ലേ? എന്നെങ്കിലും ഒരിക്കല് അംബികയുടെ പൊയ്മുഖം ഞങ്ങൾ മാറ്റും. ഈ സത്യങ്ങളെല്ലാം വർമ്മ സാറിനെ ഞങ്ങൾ ബോധ്യപ്പെടുത്തും. മോനെ, അതിനുള്ള അവസരം ഒത്തുവരട്ടെ. എന്തായാലും പ്രതാപേട്ടൻ നിങ്ങളോട് പിണങ്ങാൻ പാടില്ല. കാരണം വിശ്വസ്തരായ മരുമകനും മകളുവാ നിങ്ങള്. നിങ്ങൾ വേഗം പോവാൻ നോക്ക്. ശരിയമ്മേ. ഋതുവാ. അമ്മേ, മോള് വിഷമിക്കണ്ട, സന്തോഷത്തോടെ പോയിട്ട് വാ. മോളെ, അമ്മ പറഞ്ഞ കാര്യം മറക്കണ്ട. ഇല്ല, മറക്കില്ല. മോള് പോയിട്ട് വാ. ലോകം അടപടലേ ഇടിഞ്ഞു വീണാലും ഇപ്പൊ അവൾ അറിയത്തില്ല. എന്തോ ചുറ്റിക്കളിയാ.
സകല തരികിടകളും പഠിച്ച എന്നോടാ അവളുടെ ചുറ്റിക്കളി. എന്താ എന്ത്? നിങ്ങക്ക് എന്താണെന്ന്? നിനക്കെന്താണെന്നാണ് എനിക്കറിയേണ്ടത്. എനിക്ക് കുന്തം. എന്റെ മോനൊരു പോഴൻ, പോത്ത് കാളൻ. അല്ലെങ്കിലും അവന് കള്ളു മതിയല്ലോ. എവളിവിടെ ഇരുന്ന് കണ്ടവനുമായിട്ട് ചാറ്റിങ്, കെട്ടിയവൻ അവിടെ ചീറ്റിങ്. ഏതവൻ അടി എതിർവശത്ത്. വൃത്തികെട്ട തള്ളെ, അനാവശ്യം പറഞ്ഞാലേ ഞാൻ നിങ്ങളെ എന്താ ചെയ്യുന്ന എനിക്ക് തന്നെ അറിയില്ല. ചാറ്റിങ്ങും ചീറ്റിങ്ങും ഒക്കെ നിങ്ങളുടെ പണി. എന്നെ എന്റെ അച്ഛനും അമ്മയും നല്ലത് മാത്രമേ പഠിപ്പിച്ചിട്ടുള്ളൂ. ഓട്ടം തുള്ളലും നടത്തിക്കൊണ്ടിരുന്ന ആളെ കണ്ണ് കാണിച്ച് തട്ടിക്കൊണ്ടുപോയി പിടിച്ചു കെട്ടി കല്യാണം കഴിച്ചതേ നിങ്ങളുടെ കൾച്ചർ. എന്നോട് മര്യാദ കേട് പറയാൻ വന്നാലേ നിങ്ങൾ വിവരം അറിയും. നിങ്ങൾ എവിടുന്ന് അടിച്ചോടിക്കാനാ ജേട്ടൻ എന്നോട് പറഞ്ഞത്. ഞാനത് ചെയ്യാത്തതും എന്റെ അച്ഛനും അമ്മയും എന്നെ കൊണ്ടത് ചെയ്യിപ്പിക്കാത്തതും ഞങ്ങളുടെ മര്യാദ. എന്റെ മൊബൈൽ ഫോണിന്റെ ലോക്ക് എന്റെ ഭർത്താവിന് അറിയാം. ഓരോരു കുറ്റവും കണ്ടുപിടിച്ചോണ്ട് വന്നിരിക്കുന്നു, യൂസ്ലെസ്. വേണ്ടായിരുന്നു. വടി കൊടുത്തിട്ട് തെരുതെരെ അടിമേടിച്ച്. അല്ല, ഇന്നത്തെ കാലത്ത് അമ്മായിയമ്മമാർക്ക് ഒരു രക്ഷയില്ല. മരുമക്കളൊക്കെ വലിയ വിദ്യാഭ്യാസമുള്ളവരായിപ്പോയി. ഇവരെവിടെ പോയിരുന്നെന്ന് മണത്തറിയണം. എന്നിട്ട് അംബികയ്ക്കത് ചോർത്തി കൊടുക്കണം. തെരുതെരെ ന്യൂസ് കൊടുത്തില്ലെങ്കിൽ ആ അംബിക ഒന്നും തരത്തില്ല. അളിയന്റെ അമ്മയെ രാവിലെ തന്നെ പ്രതിഷ്ഠിച്ചിട്ടുണ്ടല്ലോ. നിക്ക് നിക്ക്, ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ചെറുപ്പക്കാര് പിള്ളേരായാൽ നല്ല ചൊല്ലുവിളി വേണം, അനുസരണയും വേണം, കുടുംബത്തോട് ഉത്തരവാദിത്വവും വേണം. ഞങ്ങളെ എന്ത് ഉത്തരവാദിത്വം ഇല്ലായ്മയാ കാണിച്ചത്? എവിടെ പോവുകയാണെങ്കിലും അതിവിടെ എന്നോടോ എന്നെ കണ്ടില്ലെങ്കിൽ രാധമ്മയോടോ വേണുവാശാനോടോ പറഞ്ഞിട്ട് പോണം. അല്ലാതെ ഈ കാളികൂളി കളിച്ച് നടക്കാനല്ല നിങ്ങൾക്ക് ലൈസൻസ് തന്നിരിക്കുന്നത്. ഞങ്ങള് രണ്ടുപേരും കൂടി ഒരു ഔട്ടിങ്ങിന് പോയത് അളിയന്റെ അമ്മേ. ഔട്ടിങ്ങിനോ? എവിടെ ഔട്ടിങ്? ഞങ്ങളൊന്ന് കന്യാകുമാരി വരെ കറങ്ങി അടിച്ചു വല്ലേമേ. രണ്ടുപേരും കൂടി കടലിൽ ചാടി കെട്ടിപ്പിടിച്ചൊരു മുങ്ങിക്കളിയും. നോവിനാൽ